മോർണിംഗ്. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഫംഗ്ഷൻ എന്താണ് എന്ന് പറഞ്ഞ ഫസ്റ്റ് ഇയറിന്റെ കാര്യം നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തു. ഐഡിയ കിട്ടി, ഗ്രാഫൊക്കെ മനസ്സിലായി കാണും. അവിടെ നമ്മൾ ചെക്ക് ചെയ്യാൻ ഉപയോഗിച്ച ഗ്രാഫ് വെർട്ടിക്കൽ ലൈൻ ടെസ്റ്റ് ആണ്, മനസ്സിലായി. ഇനി നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്, അതൊന്നും ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നില്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് പറയുന്നു. അവിടെ നമ്മൾ ഫംഗ്ഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ, കോൺസ്റ്റന്റ് ഫംഗ്ഷൻ, ഐഡന്റിറ്റി ഫംഗ്ഷൻ, മോഡുലസ് ഫംഗ്ഷൻ, സിഗ്നം ഫംഗ്ഷൻ, ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ, അതൊക്കെ വേണമെങ്കിൽ വെർട്ടിക്കൽ ലൈൻ ടെസ്റ്റ് വരച്ചു നോക്കണം. അതെല്ലാം ഫംഗ്ഷൻ തന്നെയാണ്. അപ്പോൾ ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ഇയറിലെ ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസിനെ കുറിച്ചാണ്. സെക്കൻഡ് ഇയറിലെ ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് വൺ ഫംഗ്ഷനെ കുറിച്ചാണ്. വൺ ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷൻ? വൺ ഫംഗ്ഷൻ. അതെന്താണ് ആ വൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ കാര്യങ്ങളിലേക്ക് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ മനസ്സിലാവും എന്തുകൊണ്ട് വൺ വന്നു. വൺ ഫംഗ്ഷൻ. ഇത് മറ്റൊരു നല്ലൊരു പേര് കൂടി ഉണ്ട്, ഇൻജെക്റ്റീവ് ഫംഗ്ഷൻ. ഇൻജെക്റ്റീവ് ഫംഗ്ഷൻ, വൺ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇൻജെക്റ്റീവ് ഫംഗ്ഷൻ. എന്താണ് വൺ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ, ഞാൻ ആദ്യം ഫംഗ്ഷൻ എടുക്കും, ഇതിന് റിലേഷൻ ഇല്ല. ഫംഗ്ഷൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് പറയുന്ന കാര്യമാണ് റിയൽ ഫംഗ്ഷനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? റിയൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എക്സിന് റിയൽ നമ്പർ തന്നെ, ആ റിയൽ നമ്പർ കൊടുക്കുമ്പോൾ y കിട്ടുന്ന റിയൽ നമ്പർ തന്നെ. അപ്പൊ റിയൽ നമ്പർ കൊടുത്തുകൊണ്ട് നമ്പർ കിട്ടുന്നു. അങ്ങനെയുള്ള ഫംഗ്ഷൻ വിളിക്കുന്നവരാണ് റിയൽ ഫംഗ്ഷൻ. അപ്പോൾ എക്സ് എന്ന് വൈയിലൂടെ ഞാൻ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. x1 x2 x3 y1 y2 y3. ഇത് ഫംഗ്ഷൻ ആക്കാവുന്നതാണ്. ഫംഗ്ഷൻ ഇതിലുള്ള എല്ലാ എലമെന്റ്സുകൾക്കും എന്താണ് യൂണിക് ആയിട്ട് ഇമേജ് ആണ്. ഈ ഫംഗ്ഷനെ ഞാൻ വൺ ഫംഗ്ഷൻ എന്ന് ഞാൻ ഇപ്പോഴേ പറയുകയാണ്. വൺ ഫംഗ്ഷൻ ആണ്. എന്താണ് റീസൺ എന്ന് പിന്നെ പറയാം. മറ്റൊരു ചിത്രം, എ എന്ന് ബിയിലോട്ടാണ്. A1 A2 A3 B1. ഇതും ഒരു ഫംഗ്ഷനാണ്. ഫംഗ്ഷൻ പക്ഷേ ഈ ഒരു ഫംഗ്ഷൻ വൺ ഫംഗ്ഷൻ അല്ല, നോട്ട് വൺ. ഈ ഫംഗ്ഷൻ മെനി വൺ ഫംഗ്ഷൻ. എന്താണ് ഉദ്ദേശിച്ചത് നമുക്ക് പറയാം. മറ്റൊന്ന് ഞാൻ എഴുതുന്നു, x y x1 x2 x3 y1 y2 y3 y4. ഈ ഒരു ഫംഗ്ഷനും ഞാൻ ഫംഗ്ഷൻ x ന് y ലോട്ടാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. ഫംഗ്ഷൻ f ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് f x to y, ഇത് x to y, ഇത് a to b, ഇത് x to y. ഇത് ഫംഗ്ഷൻ ആണ്. കാര്യം എല്ലാത്തിനും ഇമേജ് ഉണ്ട്, ഒറ്റ ഇമേജ് ഉണ്ട്. എല്ലാത്തിനും ഇമേജ് ഉണ്ട്, ഒറ്റ ഇമേജ്, ഒറ്റ വര. ഞാൻ ഒറ്റ വര വയ്ക്കുകയാണ് ഫംഗ്ഷൻ. ഈ ഫംഗ്ഷനും ഞാൻ പറയുന്നത് വൺ ഫംഗ്ഷൻ. അപ്പൊ എന്താണ് വൺ ഫംഗ്ഷൻ നോക്കിയ പടത്തിലൂടെ തന്നെ മനസ്സിലാക്കാൻ പറ്റും. എന്താണ് ഇവരെല്ലാ ജീവികൾക്കും തന്നെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള എലമെന്റ്സുകളാണ്. ആ ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സുകൾക്കെല്ലാം ഇവിടെ സെയിം ഇമേജ് വന്നു. പക്ഷെ ഇവിടെ ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സുകൾക്കെല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ്, ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സുകൾക്കെല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് അല്ല. ഇതിന് ഇമേജ് ഉണ്ടോ അത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഫംഗ്ഷനാണ്. ഫംഗ്ഷൻ ആണെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സുകൾക്ക് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് ആണോ നോക്കിയത്. അപ്പൊ ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സുകൾക്ക് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് ആണെങ്കിൽ ആ ഫംഗ്ഷൻ വൺ ആണ്. ഇവിടെ ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സ് in x has distinct images in y. x1 ൽ y1, x1 ൽ വേറൊരു x1 ൽ y1, ഈ y1 ഇമേജ് ആയിട്ട് വരുന്നത് വേറെ ഒന്നിന് y1 ഇമേജ് ആയിട്ട് വരുന്നില്ല. അപ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സുകൾക്ക് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ്. അപ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സുകൾക്ക് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് ആണെങ്കിൽ ആ ഫംഗ്ഷൻ നമുക്ക് പറയാം വൺ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇൻജെക്റ്റീവ് ഫംഗ്ഷൻ. ഇവിടെ ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സുകളാണ്, പക്ഷേ സെയിം ഇമേജ് വരും. പക്ഷെ വരേണ്ടത് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് വരണം. അതുകൊണ്ട് നോട്ട് വൺ എന്ന് പറയുമ്പോൾ അത് മെനി വൺ. കാര്യം ഇതിനെന്താണ്, ഇതിന് ഈ B1 എന്ന് പറയുന്നത് എന്താണ്, B1 ഒന്നിൽ കൂടുതൽ പ്രീ ഇമേജസ് ഉണ്ട്. അപ്പൊ ഇത് മെനി വൺ. അപ്പോൾ 1 അല്ലെങ്കിൽ പിന്നെ അതെന്ത് ഫംഗ്ഷൻ? മെനി വൺ ഫംഗ്ഷൻ. 1 ഫംഗ്ഷൻ അല്ലെങ്കിൽ എന്താണ് മെനി വൺ.
അപ്പോൾ ഇത് നോട്ട് 1 1 ബട്ട് മിനിമൽ ഫംഗ്ഷൻ. ഇത് നോക്കണേ x1 x2 x3 x1 x2 x3 ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ഈ ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സിന്റെ ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് 1 1 ഫംഗ്ഷൻ. അപ്പോൾ എന്താണ് 1 1 ഫംഗ്ഷൻ? A function f such that x to y is said to be 1 1 function if distinct elements in x ഉള്ള distinct elements in x has distinct images in y, but distinct elements has a distinct image. Distinct means different elements have different image. വ്യത്യസ്തങ്ങളായിട്ടുള്ള എലമെന്റുകൾക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള എലമെന്റുകൾക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇമേജ് ആണ് വരുന്നതെങ്കിൽ ആ ഫംഗ്ഷൻ എന്താണ്? 1 1 ഫംഗ്ഷൻ. ഈ പടങ്ങൾ കുറിച്ചോളൂ, കുറിച്ചോളൂ 1 1 ഫംഗ്ഷൻ. എന്നിട്ട് ഒന്ന് കുറിച്ചോളാം. ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സ് ഇൻ എക്സ്. പടങ്ങൾ വരയ്ക്കാൻ എഴുതുക, എല്ലാം വരയ്ക്കുക. എന്നിട്ട് 1 1 ഫംഗ്ഷൻ. ഇത് നോട്ട് 1 1 കോമൺ മിനിമൽ ഫംഗ്ഷൻ. ഇത് 1 1 ഫംഗ്ഷൻ. ഓക്കേ, പടം പെട്ടെന്ന് വരയ്ക്കുക. എന്നിട്ട് കുറിക്കുക ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സ് ഇൻ ഇതിനെ വരയ്ക്കുക. Distinct elements in X has distinct images in Y. ഇത് വെച്ചുകൊണ്ട് തന്നെ നമുക്കൊന്ന് പ്രോബ്ലം ചെയ്യാനായിട്ട് ഒന്നുകൂടി നമുക്കൊന്ന് സുന്ദരമായ സാധനം ഒന്ന് ഫോം ചെയ്യാം. ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സുകൾക്ക് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ്, ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സുകൾക്ക് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് അല്ലേ? അപ്പോൾ എക്സിലുള്ള രണ്ട് എലമെന്റ്സുകളാണ് x1 x2. അത് നോട്ട് ഈക്വൽ ടു ആണ്, ഡിസ്റ്റിങ്ക്റ്റ് വ്യത്യാസം. അങ്ങനെയാണെങ്കിൽ ഇതിന് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജസ് എന്തായിരിക്കും? ആയിരിക്കും ഇതിന്റെ ഇമേജ് ഇത്, ഇതിന്റെ ഇമേജ് ഇത്, അത് രണ്ടും ഡിഫറെന്റ് ആയിരിക്കും, ഈക്വൽ അല്ല. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് വർക്കിനുള്ള പ്രോബ്ലം ചെയ്യാൻ നമുക്ക് ഇതിന് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഇതിനേക്കാൾ കുറച്ചുകൂടി നമുക്ക് നല്ലത് ഇതിന്റെ കോൺട്രാപോസിറ്റീവ് രീതിയിൽ ചെയ്യുന്നതാണ്. നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ മാത്തമാറ്റിക്കൽ റീസണിംഗ് പഠിച്ചു. P implies Q ആണ് കോൺട്രാപോസിറ്റീവ്, നെഗേഷൻ ഓഫ് Q implies നെഗേഷൻ ഓഫ് P തന്നെ. അപ്പോൾ ഇതാണ് P, ഇതാണ് Q. അപ്പോൾ ഇതിന്റെ നെഗേഷൻ f of x1 equal to നെഗേഷൻ നോട്ട് ഈക്വൽ ടു ഈക്വൽ ടു f of x1 which implies ഇതിന്റെ നെഗേഷൻ x1 is equal to x2 എന്ന് വിളിച്ചാൽ. അപ്പോൾ f of x1 is equal to f of x2 which implies x1 is equal to x2 എന്ന് വിളിച്ചാൽ അത് എന്ത് ഫംഗ്ഷൻ ആണ്? 1 1 ഫംഗ്ഷൻ. അതർവൈസ് അങ്ങനെ അല്ലെങ്കിൽ മിനിമൽ പടത്തിൽ കാണാമോ? മിനിമൽ ഫംഗ്ഷൻ. x1, x2 belongs to capital S. Capital S. ഓക്കെ, അപ്പോൾ ഇതാണ് 1 1 ഫംഗ്ഷന്റെ ഡെഫിനിഷൻ കാര്യം എഴുതിയല്ലോ. അപ്പോൾ ഇതിന്റെ കോൺട്രാപോസിറ്റീവ് ആണ് നമ്മൾ എഴുതി കാണിക്കുന്നത്. കോൺട്രാപോസിറ്റീവ് ആയിട്ട് നമ്മൾ റീസണിംഗ് പറഞ്ഞാൽ കാര്യം ഇത് P ആണെങ്കിൽ P ഇംപ്ലൈസ് Q. അപ്പോൾ കോൺട്രാപോസിറ്റീവ് ആയിരിക്കും നെഗേഷൻ ഓഫ് Q ഇംപ്ലൈസ് നെഗേഷൻ. ഇതിന്റെ നെഗേഷൻ f of x1 equal to f of x2 which implies x1 is equal to x2. നിങ്ങൾ എഴുതുന്നത്രേ ഉള്ളൂ, ഇത് മാത്രം എഴുതിയാൽ മതി. x1, x2 belongs to capital X, then f of x1 is equal to f of x2 which implies x1 is equal to x2. f is 1 1. Otherwise ഇങ്ങനെ അല്ല എങ്കിൽ f of x1 is equal to f of x2 നമുക്ക് x1 is equal to x2 അല്ല കിട്ടുന്നെങ്കിൽ നമുക്ക് പറയാം മിനിമം. ഇങ്ങനെ പറഞ്ഞിട്ട് ഇമേജ് സെയിം ആണെങ്കിൽ ആ എലമെന്റ് സെയിം ആയിരിക്കും. ഇത് 2 ആണ്, ഇത് 2 ആണ് ടിക്കറ്റ്. അപ്പോൾ 2 2 ആണെങ്കിൽ ഇത് എന്തായിരിക്കും? 1 ആണെങ്കിൽ ഇത് 1 ആണെങ്കിൽ ഇത് 1 ആയിരിക്കും. അപ്പോൾ ഇമേജ് 2 ഇമേജ് 2 സെയിം ഇമേജ്. എലമെന്റ് മാറുന്നില്ല, എലമെന്റ് അവിടെ ഡിഫറെന്റ് അല്ല. അങ്ങനെ ചിന്തിക്കാം. ഇതാണ് ഇൻജെക്റ്റീവ് ഫംഗ്ഷൻ. രണ്ടാമത്തേത് ഓൺ ടു ഫംഗ്ഷൻ. ഒരു കാര്യം ഒന്നുകൂടി പറഞ്ഞോട്ടെ, ഒരു പോയിന്റ് കൂടി പറഞ്ഞോട്ടെ.
ഇത് x ഇത് y x ഇത് y x and y യുടെ ഫംഗ്ഷൻ x1 x2 x3 x4 y1 y2 y3 ഇനി x4 നമുക്ക് x4 ന്റെ ഇമേജ് ഇല്ല, വേണമെങ്കിൽ ഇത് ഏതെങ്കിലും ഇമേജ് ആക്കാം. പക്ഷെ ഇമേജ് ആക്കിയാൽ ഫംഗ്ഷൻ ആവും. ഇത് ഫംഗ്ഷൻ ആവും അല്ലേ, യൂണിക് ആണ് ഫംഗ്ഷൻ. പക്ഷെ അത് 1 1 ആവും. അപ്പോൾ 1 1 ആവണമെങ്കിൽ ഇവിടെ y ഒരു എലമെന്റ് കൂടി വരണം. പറയുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. x1 x2 x3 x4 x4 ന് വേണമെങ്കിൽ ഇതിൽ ഏത് എലമെന്റുമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇത് മാപ്പ് ചെയ്യാം. മാപ്പ് ചെയ്യുമ്പോൾ അത് ഫംഗ്ഷൻ ആവും. പക്ഷെ 1 1 ആവുന്ന ചാവത്തില്ല. കാര്യം ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സ് എടുത്ത് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് വരും. പക്ഷെ ഇത് x4 നമ്മൾ y1 ആയിട്ട് മാപ്പ് ചെയ്യുമ്പോൾ y1 x1 x4 നും ഇമേജ് ആയിട്ട് വരും. അപ്പോൾ സെയിം ഇമേജ് വരും. അപ്പോൾ അതുകൊണ്ട് 1 1 അല്ല, മെനി 1 ആണ്. അപ്പോൾ x4 ന് ഇമേജ് വരണമെങ്കിൽ ഇനി ഒരു പുതിയ എലമെന്റ് വേണം. അപ്പോൾ ഒരു ഫംഗ്ഷൻ 1 1 ആകണമെങ്കിൽ അല്ലെങ്കിൽ 1 1 ആണെങ്കിൽ അല്ലെങ്കിൽ 1 1 ആകണമെങ്കിൽ ഇതിന്റെ x ലുള്ള എലമെന്റ്സുകളുടെ എണ്ണത്തേക്കാൾ കൂടുതലോ അല്ലെങ്കിൽ ഈക്വലോ ആയിരിക്കണം y യുടെ എലമെന്റ്സിന്റെ. അപ്പോൾ ഫംഗ്ഷൻ x to y is 1 1 if number of x ന്റെ എലമെന്റ്സ് ഒന്നുകിൽ y യുടെ എലമെന്റ്സിനേക്കാൾ എന്താണ് കുറവോ അല്ലെങ്കിൽ ഈക്വലോ ആണ്. ഒന്നുകിൽ ഇതിന് ഈക്വൽ ആവും അല്ലെങ്കിൽ ഇതിനേക്കാൾ എന്താവണം. The function f x to y is 1 1 if n of x number of x less than equal to number of y. ഇവിടെ രണ്ട് എലമെന്റ് നോ പ്രോബ്ലം. ഇത് അതുകൊണ്ട് മാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 1 1 ആവും. അപ്പോൾ ഒന്നുകിൽ ഇതിന്റെ എലമെന്റ്സിന് ഈക്വൽ ആവും അല്ലെങ്കിൽ ഇതിന്റെ എലമെന്റ്സിനേക്കാൾ എന്താവും കുറവ്. ഓക്കെ, അടുത്തത് അപ്പോൾ 1 1 ഫംഗ്ഷൻ മനസ്സിലായല്ലോ എല്ലാവർക്കും. ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സ് ആവും ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ്. അടുത്തത് ഓൺ ടു ഫംഗ്ഷൻ. ഓൺ ടു ഫംഗ്ഷന് മറ്റൊരു പേരാണ് സർജക്റ്റീവ് ഫംഗ്ഷൻ. സർജക്റ്റീവ് ഫംഗ്ഷൻ സർജക്റ്റീവ് ഫംഗ്ഷൻ സർജക്റ്റീവ് ഫംഗ്ഷൻ നോക്കിക്കോളൂ, പടം നോക്കിക്കോളൂ. സർജക്റ്റീവ് x y x ന് y ലോട്ട് മാപ്പ് ചെയ്യുന്നു. x1 x2 x3 y1 y2 y3. ഈ ഒരു ഫംഗ്ഷൻ ഇത് 1 1 ആണ്. ഓക്കെ, പക്ഷെ ഞാൻ പറയുന്നത് ഓൺ ടു ആണ്. 1 1 ആണ്, ഓൺ ടു ആണ്. 1 1 ആയിട്ട് ഓൺ ടു. മറ്റൊന്ന് x and y യുടെ ഫംഗ്ഷൻ. ഇത് 1 1 ആണെന്ന് വെച്ചാൽ ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സ് സെയിം ഇമേജ് വരും. 1 1 അല്ല, നമുക്ക് മെനി 1 എന്ന് പറയാം. ഓക്കെ, പക്ഷെ മെനി 1 അതോടെ നിൽക്കട്ടെ. ഇനി ഇത് 1 2 ആണെന്ന് വെച്ചാൽ ഇത് 1 2 ആണെന്ന് ഞാൻ എടുത്ത് പറയുന്നു. ഇത് 1 2 ആണ്, നോട്ട് 1 1. മെനി 1 ബട്ട് 1 2 എന്താണ് റീസൺ എന്ന് പറയാൻ. അത് മറ്റൊരു പടം. x and y x1 x2 x3 y1 y2 y3 y4. ഇത് 1 1 ആണ്. ശരി, 1 1 ആണ്. പക്ഷെ 1 2 ആണെന്ന് വെച്ചാൽ 1 2 അല്ല, നോട്ട് 1 2. എന്ത് മനസ്സിലായി? എന്ത് മനസ്സിലായി? ഓട്ടോനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ രണ്ടാമത്തെ സെറ്റിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്.
രണ്ടാമത്തെ സെറ്റ് വരുന്നതല്ലേ ഇമേജസ് ആണ്. ഈ ഇമേജസിനെല്ലാം പ്രീ ഇമേജസ് ഉണ്ട്. ഇവിടെയും പ്രീ ഇമേജസ് ഉണ്ട്. ഇതിന് ഒന്നിൽ കൂടുതൽ പ്രീ ഇമേജ് ഉണ്ടെന്നേ ഉള്ളൂ. ഇവിടെ y4 എന്ന് പറയുന്ന എലമെന്റിന് പ്രീ ഇമേജ് ഇല്ല. അല്ലെങ്കിൽ തിരിച്ചിരിക്കാം, ഈ ഡൊമൈനിലുള്ള ഒരു എലമെന്റിനും y4 ഇമേജ് ആയിട്ട് വരുന്നില്ല. y4 എന്തായിട്ട് വരുന്നില്ല? ഇമേജ് ആയിട്ട് വരുന്നില്ല. അപ്പൊ ഇമേജ് ആയിട്ട് വരാത്തതുകൊണ്ട് ഇത് O2 അല്ല, ഇത് O2 ആണ്, ഇത് O2 ആണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇവിടെ ഈ ഫംഗ്ഷൻ റേഞ്ച് y1 y2 y1 y2 y3 തന്നെയാണ് കോഡമൈൻ. ഇവിടെ റേഞ്ച് y1 തന്നെയാണ് കോഡമൈൻ. ഇവിടെ കോഡമൈൻ y1 y2 y3 y4 ആണ്. പക്ഷെ റേഞ്ച് y1 y2 y3 ആണ്. അപ്പോൾ ഇവിടെ റേഞ്ച് കോഡമൈൻ അല്ല. ഇവിടെ റേഞ്ച് കോഡമൈൻ ആണ്, ഇവിടെ റേഞ്ച് കോഡമൈൻ ആണ്. അപ്പോൾ റേഞ്ച് കോഡമൈൻ ആണെങ്കിൽ ആ ഫംഗ്ഷൻ, അപ്പോൾ റേഞ്ച് ഓഫ് f ഈസ് ഈക്വൽ ടു കോഡമൈൻ, ആ ഫംഗ്ഷൻ O2 ആണ്. ഒരു ഫംഗ്ഷൻ O2 എന്ന് പറയുമ്പോൾ a function f is said to be O2 if range of f is equal to codomain. Range of f is equal to codomain. എന്ന് പറഞ്ഞാൽ ഈ കോഡൊമൈനിലുള്ള എല്ലാ y വാല്യൂകൾക്കും ഒരു പ്രീ ഇമേജ് ഉണ്ടാവും. ഇവിടെ ഒന്നും കൂടെ പ്രീ ഇമേജ് ഉണ്ട്, മിനിമം ഒരു പ്രീ ഇമേജ് ഉണ്ടാവും. ഇവിടെ ഒരു പ്രീ ഇമേജ് പോലും ഇല്ല. എന്ന് പറഞ്ഞാൽ എല്ലാ y വാല്യൂവിനും കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് വേണം? x വാല്യൂ വരണം. എന്ന് പറഞ്ഞാൽ y സമം f of x i, y സമം f of x. എല്ലാ x വാല്യൂവിനും y വാല്യൂ, അതുകൊണ്ട് തിരിച്ച് എല്ലാ y വാല്യൂവിനും എന്തുണ്ട്? x വാല്യൂ. എല്ലാ y വാല്യൂവിനും x വാല്യൂ ഉണ്ട് എങ്കിൽ, ഈ സെക്കൻഡ് സെറ്റിലുള്ള എല്ലാ y വാല്യൂവിനും എന്തുണ്ട്? x വാല്യൂ ഉണ്ട് എങ്കിൽ ആ ഫംഗ്ഷൻ O2 ഫംഗ്ഷൻ ആണ്. ഇവിടെ ഈ y4 എന്നുള്ള y വാല്യൂവിന് എന്തില്ല? x വാല്യൂ ഇല്ല, എന്ന് പറഞ്ഞാൽ പ്രീ ഇമേജ് ഇല്ല. അതുകൊണ്ട് നോട്ട് O2. O1 O2 O2 നോട്ട് O2. അപ്പോൾ ഇത് O2 അല്ലെങ്കിൽ ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഇന്റ് ഫംഗ്ഷൻ. ഇന്റ് ഫംഗ്ഷൻ 1 അല്ലെങ്കിൽ മെനി 1. O2 അല്ലെങ്കിൽ ഇന്റ് ഫംഗ്ഷൻ, ഇന്റ് ഫംഗ്ഷൻ, ബട്ട് ഇന്റ് ഫംഗ്ഷൻ, ബട്ട് ഇന്റ് ഫംഗ്ഷൻ. ഓക്കെ, പഠനമത്സരം ഇതൊരു കാര്യം പറയുന്നത് range of f is equal to codomain. 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 കാര്യങ്ങൾ മനസ്സിലാക്കണേ. 1 എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് f of x1 is equal to f of x2, which implies x1 is equal to x2. Like distinct elements have distinct image. ഇനി range of is equal to codomain ആണെങ്കിൽ O2 ഫംഗ്ഷൻ, O2 അല്ലെങ്കിൽ into ഫംഗ്ഷൻ, 1 ഫംഗ്ഷൻ അല്ലെങ്കിൽ many 1 ഫംഗ്ഷൻ. ഓർത്തു വെച്ചോളൂ. ഇതും നമുക്ക് ഗ്രാഫിലൂടെ മനസ്സിലാക്കാം. 1 ഫംഗ്ഷൻ ഗ്രാഫിലൂടെ മനസ്സിലാക്കാം. തകർന്നു 1 ഫംഗ്ഷനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. 1 ഫംഗ്ഷൻ ഗ്രാഫിലൂടെ നമുക്ക് വേണമെങ്കിൽ നോക്കാം. അവിടെ ഉപയോഗിക്കുന്നത് നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ നമ്മൾ ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് വെർട്ടിക്കൽ ലൈൻ ടെസ്റ്റ് ആണ്. ഇവിടെ 1 1 നമ്മൾ ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഹോറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് ആണ്. ഹോറിസോണ്ടൽ അപ്പോൾ ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഹോറിസോണ്ടൽ ലൈൻ ടെസ്റ്റ്. ഇങ്ങനെ ഒരു ഗ്രാഫ് എടുക്കുന്നു, നമ്മുടെ ഐഡന്റി ഫംഗ്ഷൻ ഗ്രാഫ്. ഞാൻ പോവാണ്. ഈ ഐഡന്റി ഫംഗ്ഷന്റെ ഗ്രാഫ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് ആണ്. ഹൊറിസോണ്ടൽ ലൈൻ നമുക്ക് ഞാൻ മൂവ് ചെയ്യും. ഞാൻ മൂവ് ചെയ്യുമ്പോൾ ഈ ഒരു എലമെന്റിന്റെ ഇമേജ് ആണ് അല്ലെങ്കിൽ y വാല്യൂ കാണുന്നത്. അപ്പം ഡിസ്റ്റിങ്ക്ട് എലമെന്റ് ഞാൻ പോകുന്നതോറും ആ ഡിസ്റ്റിങ്ക്ട് എലമെന്റ്സ് ഡിസ്റ്റിങ്ക്ട് ഇമേജ് ആണ്. നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്യാം. അപ്പോൾ ഡിസ്റ്റിങ്ക്ട് എലമെന്റ്സ് ഡിസ്റ്റിങ്ക്ട് ഇമേജ് വരും. അതുകൊണ്ട് ഇത് 1 ഫംഗ്ഷൻ. ഇനി മറ്റൊരു കാര്യം, ഇത് 1 ഫംഗ്ഷൻ ആണ് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ
ഇങ്ങോട്ടുള്ള എല്ലാ എക്സ് വാല്യൂവിനും എന്തുണ്ട് വൈ വാല്യൂ, എല്ലാ വൈ വാല്യൂവിനും എക്സ് വാല്യൂ വരും, അല്ലെങ്കിൽ എക്സ് വാല്യൂ കറസ്പോണ്ടിങ് വൈ വാല്യൂ. തിരിച്ച് താഴോട്ട് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോഴും നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്യണം. ഇവിടെയുള്ള എല്ലാ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള അത് നോക്കണ്ട ആവശ്യമില്ല, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ളതാണല്ലോ. ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ആ ഈ അളവുള്ള എലമെന്റ്സുകൾക്കെല്ലാം ഒറ്റ വൈ വാല്യൂ. ഇങ്ങനെ എടുക്കുമ്പോൾ ഇതിലുള്ള എലമെന്റ്സുകൾക്കെല്ലാം ഒറ്റ വൈ വാല്യൂ എന്ന് പറഞ്ഞാൽ എല്ലാ കോഡോമൈൻ എന്തായി മാറും, റേഞ്ച് ആയി മാറും. എന്ന് പറഞ്ഞാൽ 1 1 ആണ് 1 2 ആണ്. അതേസമയം എന്താണ് ഇതെങ്ങനൊരു ഫംഗ്ഷൻ മോഡൽസ് ഫംഗ്ഷൻ ഉണ്ട്. ഇത് 1 1 ആണോ എന്ന് വെച്ചാൽ 1 1 അല്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇപ്പൊ ഈ ഒരു എലമെന്റ് ഇപ്പൊ -1 എലമെന്റ് ആണ്, ഇത് 1 ന്റെ ആണ്. ഈ -1 ന്റെ ഇമേജും 1 ന്റെ ഇമേജും സെയിം ആണ്. അപ്പോൾ അത് എന്തല്ല ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സ് സെയിം ഇമേജ് ആണ്, അതുകൊണ്ട് 1 1 അല്ല. ഇനി ഈ 0 മുതൽ അങ്ങോട്ടുള്ള ഇൻഫിനിറ്റി അങ്ങോട്ടുള്ള വൈ വാല്യൂ മാത്രമേ വരുന്നുള്ളൂ. റേഞ്ച് മൊത്തം സോറി കോഡോമൈനിലെ മൊത്തം വരണം അല്ലേ. പക്ഷെ ഇങ്ങോട്ടുള്ള ഒരു വാല്യൂവിനും എന്തില്ല, പ്രീ ഇമേജ് ഇല്ല. എനിക്ക് ഗ്രാഫ് ഇല്ല, പ്രീ ഇമേജ് ഇല്ല. അപ്പോൾ ഇങ്ങോട്ടുള്ളതിനൊന്നും പ്രീ ഇമേജ് ഇല്ല, പറയുന്ന മനസ്സിലാവില്ല. അപ്പോൾ ഇതുകൊണ്ട് 1 1 അല്ല, നോട്ട് 1 1 നോട്ട് 1 ഇത് 1 1 ആണ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഒരു ഗ്രാഫ് വന്നിട്ട് ആ ഗ്രാഫ് 1 1 ആണോ 1 2 ആണോ ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് ഉപയോഗിച്ചാൽ മതി. പക്ഷേ ഫംഗ്ഷൻ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് വെർട്ടിക്കൽ ലൈൻ ടെസ്റ്റ് മതി. എന്നിട്ട് ശ്രമിക്കേണ്ടത് വെർട്ടിക്കൽ ലൈൻ ടെസ്റ്റ്. ജസ്റ്റ് നടക്കുന്നത് അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ അടുത്തത് ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ആ ഫംഗ്ഷൻ ഇപ്പൊ പഠിച്ച 1 1 ആണോ 1 2 ആണോ. ഒരു ഫംഗ്ഷൻ ഒരേ സമയം 1 1 1 2 ആണെങ്കിൽ അത് ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണ്. ഫോർ എക്സാമ്പിൾ ഇത് x and y. x and y യുടെ ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ഇത് x1 x2 x3 y1 y2 y3 മാപ്പ് ചെയ്തു. ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സ് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് 1 1 ആണ്. റേഞ്ച് f is equal to 1 1 1 ആണ് 1 2 ആണ്. അപ്പോൾ 1 1 1 2 ആണെങ്കിൽ ഈ ഫംഗ്ഷൻ എന്താണ്, ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ബോത്ത് 1 1 and 1 2. A function is bijective function if both 1 1 and 1 2. Both 1 1 and 1 2 ആണെങ്കിൽ നമുക്ക് പറയാം ആ ഫംഗ്ഷൻ എന്താണ്, ബൈജക്റ്റീവ് ഫംഗ്ഷൻ. അപ്പോൾ ഇങ്ങനെ വരണമെങ്കിൽ ഒരു ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആവണമെങ്കിൽ എക്സിലുള്ള എലമെന്റ്സുകളുടെ എണ്ണം വൈയിലുള്ള എലമെന്റ്സുകളുടെ എണ്ണം ഈക്വൽ ആണ്. കാരണം ഇനി ഇവിടെ ഒരു എലമെന്റ് വന്നു കഴിഞ്ഞാൽ അത് ഒഴിച്ചു ആകത്തില്ല. പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പോൾ എക്സിലുള്ള എലമെന്റ്സുകളുടെ എണ്ണം വൈയിലുള്ള എലമെന്റ്സുകളുടെ എണ്ണം ഈക്വൽ ആണെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കും, ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ഈക്വൽ മീൻസ് മാപ്പ് ചെയ്യും. നമുക്ക് a function f is bijective, ഒരു ഫംഗ്ഷൻ ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണെങ്കിൽ a function f is bijective function if number of x is equal to number of y. ഈ കണ്ടന്റ് ഒക്കെ അറിയണം, ചിലപ്പോൾ ഒബ്ജക്റ്റീവ് ഒക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ്റെ ആദ്യത്തെ ഒരു സെക്ഷൻ അവസാനിച്ച് ഇതിൻ്റെ പ്രോബ്ലമാണ് അടുത്ത ക്ലാസ്സിൽ കൂടി ചർച്ച ചെയ്യും. അപ്പോൾ ഒന്നുകൂടി പറയുന്നു, 1 1 ഫംഗ്ഷൻ എന്താണ്. 1 1 ഫംഗ്ഷൻ വളരെ സിമ്പിൾ. എന്താണ്, ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സുകൾക്ക് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ്. ഫംഗ്ഷൻ എന്താണെന്ന് ഒന്നിനെ പഠിച്ചു. അപ്പോൾ ഇവിടെ അറിയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, ആ ഫസ്റ്റിലുള്ള എലമെന്റ്സിനേക്കാൾ എന്താവണം, ഫസ്റ്റിലുള്ള എലമെന്റ്സ് സെക്കൻഡ് എലമെന്റ്സിനെ കുറവോ അല്ലെങ്കിൽ ഈക്വൽ ആവാം. പിന്നെ ബൈജക്റ്റീവ് ഫംഗ്ഷന് നമ്മൾ ഗ്രാഫിലൂടെ ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ്. അടുത്ത 1 2 ഫംഗ്ഷൻ. ബൈജക്റ്റീവ് ഫംഗ്ഷൻ വഴി 1 1 ഫംഗ്ഷൻ അല്ല എങ്കിൽ പിന്നെ ആ ഫംഗ്ഷൻ വിളിക്കുന്ന പേരാണ് മിനിമം ഫംഗ്ഷൻ. അപ്പോൾ അവിടെ വർക്കിനോട് f of x1 is equal to f of x2 which implies x1 is equal to x2. അല്ല മനസ്സിലായല്ലോ. ഇനി 1 2 ഫംഗ്ഷൻ. 1 2 ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ റേഞ്ച് f കോഡമേനാണ് by sum of fx. അപ്പോൾ റേഞ്ച് f കോഡമേനാണെങ്കിൽ ആ ഫംഗ്ഷൻ 1 2 ആണ്. 1 2 അല്ലെങ്കിൽ എന്ത് ഫംഗ്ഷൻ ആയിരിക്കും, ഇൻറ്റു ഫംഗ്ഷൻ. ഇനി ഒരു ഫംഗ്ഷൻ 1 1 1 2 ആണ്, ഒരേ സമയം 1 1 1 2 ആണെങ്കിൽ ആ ഫംഗ്ഷൻ വിളിക്കുന്ന പേരാണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ഒന്നുകൂടെ പറയുന്നു, 1 1 ഫംഗ്ഷന്റെ മറ്റൊരു പേരാണ് ഇൻജക്റ്റീവ് ഫംഗ്ഷൻ. 1 2 ഫംഗ്ഷന്റെ മറ്റൊരു പേരാണ് സർജക്റ്റീവ് ഫംഗ്ഷൻ.
ഇതിൽ ഇൻജക്റ്റീവും സർജക്റ്റീവും അല്ലെങ്കിൽ 1 1 1 2 ആകുമ്പോൾ ആ ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ബൈജക്ഷൻ. ബൈജക്റ്റീവ് ബൈ മീൻസ് രണ്ടും കൂടെ ഒരുമിച്ച് ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആകുമ്പോൾ ഒരു ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണെങ്കിൽ ആ ഡൊമൈനും കോഡൊമൈനും എന്ന് പറയുന്ന നമ്പർ ഓഫ് എക്സും നമ്പർ ഓഫ് വൈയും ഈക്വൽ ആയിരിക്കും, എലമെന്റ്സിന്റെ എണ്ണം ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ 1 1 ഫംഗ്ഷൻ ആയിരുന്നാലും 1 2 ഫംഗ്ഷൻ ആയിരുന്നാലും ഗ്രാഫിലൂടെ നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യുമെന്ന് വെച്ചാൽ രണ്ടിനും ഉപയോഗിക്കുന്നത് ഹോറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് ചെയ്യുന്നതാണ്. അതേ പടം വരച്ച് കാണിച്ചെന്ന് അറിയാമല്ലോ, മൂവ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ ഫംഗ്ഷൻ ഫോംസ്.